Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പനമ്പ് നെയ്ത്ത് തൊഴിലാളികൾ ദുരിതത്തിൽ. വർഷങ്ങളായി ഈ തൊഴിലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് 2 വർഷത്തോളമായി ഈറ്റ കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ബാംബു കോർപ്പറേഷൻ ആണെങ്കിൽ അടച്ചുപൂട്ടപ്പെട്ട സ്ഥിതിയിലാണ്. സെൻറ്ററിൽ ഞങ്ങൾ പനമ്പ് നെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഈറ്റ ഇല്ലാണ്ടായിട്ട് 2 വർഷം ആവാൻ വേണം. തീർത്തും ഇല്ലാണ്ടായിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കയറിയിരിപ്പായിട്ട്. ഇപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ 10-60 വയസ്സായി, പുറത്തിറങ്ങിയൊന്നും ഒരു പണിയെടുക്കാനോ ഒന്നിനും പോകാൻ പറ്റാണ്ടായി ആ അവസ്ഥയിലാണ്. വേറെ സഹായങ്ങളോ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ആസ്പത്രി ഇത് വന്നാലോ ഒന്നും ഞങ്ങൾക്കിപ്പോൾ ഒന്നും കിട്ടണില്ല. വെറുതെ വീട്ടിലിരിക്കുകയാണ്. ഇത്രയും സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഒന്നും തരുന്നില്ല അവർ. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പ്രായം വയസ്സൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പണിയെടുത്ത് ജീവിക്കാൻ, വേറെ പണിയെടുക്കാൻ ഞങ്ങൾക്ക് അറിയാനും പാടില്ല. അതാണ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് പട്ടിണിയുടെ ഇതിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പാണ്. അതാണ് ദയവായി കോർപ്പറേഷൻ ഞങ്ങൾക്ക് എന്തെങ്കിലും തരാണെങ്കിൽ ഞങ്ങൾക്കതൊരു ഇതായിട്ടിരിക്കും. ഈറ്റ പൻപ് ഞങ്ങൾക്ക് തന്നാൽ, പിന്നെ DA കാശ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങി കിടക്കാണ്. അതിൻ്റെ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ PF ഞങ്ങളുടെ കമ്പനി പോയ സമയത്ത് ഒരു കൂടിക്കൊണ്ടിരുന്നു. അത് ഞങ്ങൾക്ക് PF ഒത്തിരി നടന്ന് അങ്കമാലിലൊക്കെ ഞങ്ങൾ ഒരുപാട് നടന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് നടന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പൈസ ബാക്കിയത് അവർ കയറ്റിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് തന്നേരെ ഞങ്ങൾ മോളിക്കൊന്നും കൊടുക്കാൻ പൈസ എന്ന് പറഞ്ഞാൽ തരില്ല. അങ്ങനെ തരാണ്ടായി കുറച്ച് പൈസ കിട്ടി, ബാക്കിയത്തെ പൈസ ഇതുവരെയും തന്നിട്ടില്ല. അതിൻ്റെ കണക്കും കാര്യങ്ങളും ഒന്നും തന്നില്ല. അതേപോലെ ക്ഷേമനിധി കൂടി ഞങ്ങൾക്ക് 60 വയസ്സാകുമ്പോൾ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞു. 60 വയസ്സായിട്ട് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടി. ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷ വെച്ച് ഇപ്പോൾ എനിക്ക് തന്നെ 60 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പഞ്ചായത്തിന് പെൻഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ തുല്യമായി ജീവിക്കുന്നത്. വർഷങ്ങളായി ഈ തൊഴിലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി പേരാണ് കൃത്യമായ കൂലി ലഭിക്കാതെയും യാതൊരുവിധ ആനുകൂല്യങ്ങൾ ഇല്ലാതെയും ഏറെ കഷ്ടപ്പാടുകളോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരുടെ 1 വർഷത്തെ ശമ്പളമാണ് കുടിശ്ശികയിലുള്ളത്. ഇതാണ് ഞങ്ങളുടെ പാസ്ബുക്ക്. ഈ പാസ്ബുക്ക് എന്താ ഞങ്ങൾ 10-14 കൊല്ലം വരെ ഞങ്ങൾ ഈ പാസ്ബുക്കല്ല, വേറെ പാസ്ബുക്കുകളുണ്ട്. പക്ഷേ ഇതാണ് ഞങ്ങളുടെ പൻപ് നെയ്ത്തും എഴുതി കൊടുത്താണ് പാസ്ബുക്കും കാശ് തന്നതും ഇതെല്ലാം ഇതിനകത്തായിരുന്നു. ഇപ്പോൾ വെറുതെ പാസ്ബുക്ക് മുകളിൽ കയറ്റി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് പരിപാടികളൊന്നും എഴുത്തും കുത്തൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ പാസ്ബുക്ക്. 6000 നെയ്ത്ത് തൊഴിലാളികളും 200 ഈറ്റവെട്ട് തൊഴിലാളികളും ഈറ്റ, കാട്ടുവള്ളി, തഴത്തൊഴിൽ ചെയ്യുന്ന 10000 പേരാണ് ഈ മേഖലയിലുള്ളത്. നെയ്ത്ത് തൊഴിലാളികൾക്ക് പനമ്പ് നെയ്യുന്നതിനുള്ള ഈറ്റ ഡിപ്പോകളിൽ കൂടിയോ നെയ്ത്തുശാലകളിൽ കൂടിയോ ലഭിക്കാത്ത സാഹചര്യമായതിനാൽ തൊഴിലാളികളുടെ ഉപജീവനമാർഗം ഏറെ ദുരിതത്തിലാണ്. എൻ്റെ പേര് പൗലോസ് എന്നാണ്. ഞാൻ കോലഞ്ചേരി കോലയ്ക്ക് ഈറ്റ വരുമ്പോൾ ബാംബു കോർപ്പറേഷൻ ഈറ്റ വീട്ടുകളിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളാണ്. എന്നെ പോലെ 2-3 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് കൈവണ്ടിയിലാണ് ഈറ്റ കൊണ്ടുവന്ന് വീട്ടുകളിൽ കൊടുക്കുന്നത്. അവർക്ക് നെയ്യാനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 1.5 വർഷം 2 വർഷമായിട്ട് ഈറ്റ വരണമില്ല, കിട്ടണമില്ല. ഈറ്റ വന്നാൽ കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ അതിൽ പ്രായമായി മാറിയെങ്കിലും കുറച്ച് ആൾക്കാർ ഇപ്പോഴും നെയ്യാൻ താല്പര്യമുള്ളവരാണ്. പക്ഷെ സാധനമില്ല. അപ്പോൾ അവരവിടെ വല്ലപ്പോഴും ഒരിക്കൽ ആരെങ്കിലും വന്ന് ഒരാൾ വന്നിട്ട് ഇപ്പോൾ തുറക്കണ്ടെങ്കിൽ ശമ്പളം കിട്ടുന്ന ആൾക്കാരെ വരുള്ളൂ. അപ്പോൾ അവർ വരുമ്പോൾ തുറക്കുകയാണെങ്കിൽ ചോദിക്കുമ്പോൾ പറയും ഇനി അതൊന്നും നോക്കണ്ട കേട്ടോ, അതൊന്നും തൽക്കാലം ഈറ്റ വരുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞു. അതാ ഞാൻ കേട്ടുകൊണ്ട് നിങ്ങൾ പോരുകയും ചെയ്യും. അല്ല, ഈറ്റ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും കൊടുക്കാനും കൊണ്ടാനുള്ള താല്പര്യമുണ്ട്. ഞാൻ വേറൊരു പണിക്ക് പോകണില്ല. എനിക്ക് മലവെട്ടും ഈറ്റവെട്ടും മറ്റേ പൻപ് നെയ്ത്തിൻ്റെ പരിപാടിയായിരുന്നു. ഇപ്പം മുട്ടുകാൽ വളയില്ല, കാരണം പൻപയത്ത് ഞാൻ നീള ഈറ്റ വീട്ടുകളിൽ കൊണ്ടുവന്ന് കൊടുക്കും. കോർപ്പറേഷന് ഈറ്റ തരും. ഞാൻ ഇപ്പോൾ അത് എൻ്റെ ചെറുപ്പം തുടങ്ങി 18 വയസ്സ് തുടങ്ങി മലക്കേറണതാണ്. ഇപ്പം എനിക്ക് 66 വയസ്സ്. 1989 തുടങ്ങി കോർപ്പറേഷൻ്റെ ഈറ്റ വിട്ടുകാരണം. അന്ന് തുടങ്ങിയിട്ട് 2010 വരെ 2005 വരെ ഞാൻ ഈറ്റ വെട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ആൾക്കാർ ഇവിടുന്ന് പോവാണ്ടായി. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ നിർത്തി. ഈറ്റ അടിമാലി ആവറൂട്ടി എന്ന് പറയും, ആവറൂട്ടി എടമലയാറ്, പിന്നെ പൂയംകുട്ടിയിൽ, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഈറ്റ വിട്ടാറുന്നത്. കോർപ്പറേഷൻ്റെ ഈറ്റ വിട്ട് അന്ന് കോർപ്പറേഷൻകാരാണ് ഈറ്റ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആദിവാസികളും ആ രാജ്യത്തുള്ള വാടാട്ടുകാർക്കാരാണ് ഈറ്റ വെട്ടണത്. അവിടുത്തെ ഈറ്റയാണ് ഇവിടെ കൊണ്ടു തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ അത് നിർത്തിച്ചിട്ട് തന്നെ 1.5 കൊല്ലം 2 കൊല്ലമായി ഇതുവരെ ഈറ്റ വന്നൂല. ആരും ഇപ്പം നെട്ടിനമ്പള്ളിയിൽ നെയ്ത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈറ്റ ഞങ്ങൾക്ക് തരില്ല. അവിടെ നെയ്ത്തുശാലയിൽ നെയ്ത്തുകാർ പെണ്ണുങ്ങൾ അവിടെ നെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഇപ്പോൾ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് 40 വർഷം കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് പഠിച്ചതാണ്. അന്നൊക്കെ ഞങ്ങൾക്ക് ഇൻസെൻറ്റീവാണ് കിട്ടിയിരുന്നത്. ഓണത്തിന് മുമ്പായിട്ട് കിട്ടുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ആരും പൻപ് നെയ്ത്തില്ല. ഉള്ളവർ കോർപ്പറേഷൻ്റെ അവിടെ
ഒരു നെയ്ത്തുശാലയുണ്ട്, അവിടെ ചെന്നിരുന്നാണ് പനമ്പ് നെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പഴയ ആൾക്കാരൊന്നും നെയ്യാതെയായി, എല്ലാവർക്കും നടുവേദന അസുഖങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിരിപ്പാണ്. ആദ്യം ഞങ്ങൾ കോർപ്പറേഷനിൽ പോയി ഈറ്റ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നെയ്യായിരുന്നു. ഇപ്പം അവരത് വീട്ടിലേക്ക് കൊടുക്കണില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പനമ്പ് നെയ്യാനും പറ്റാറില്ല. പിന്നെ കുറച്ച് പേരൊക്കെ കമ്പനി അവിടെ പോയി ആ നെയ്ത്തുശാല പോയിരുന്നു നെയ്യും ആയിരുന്നു. അപ്പോൾ അവർക്ക് TAD ഒക്കെ കിട്ടിയിരുന്നു. ഇപ്പം അതും കിട്ടണില്ല. 18 മാസത്തെ കണ്ട് അവർക്ക് കിട്ടാനുണ്ടെന്നാണ് പറയണത്.